ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിനെക്കുറിച്ച് ഗൾഫ് പ്രവാസികൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ധനമന്ത്രിയുടെ പരാമർശങ്ങളാണ് ഗൾഫ് മേഖലയിലെ NRI ബിസിനസ്സുകാരിൽ പ്രതീക്ഷ പകരുന്നത്. 4 കോടി വരുന്ന യുവജനങ്ങൾക്കായി തൊഴിലിനും സ്കിൽ പ്രോഗ്രാമുകൾക്കുമായി 2 ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ആദ്യമായി തൊഴിൽ നേടുന്ന വ്യക്തികൾക്കും യുവതികൾക്കും നൽകുന്ന ഇൻസെന്റീവുകൾ, ഇന്റേൺഷിപ്പുകൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ റോഡ് നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ട്രാഫിക് അധികൃതർ ഒരുങ്ങുന്നു. റോഡിലെ എമർജൻസി ലൈനുകൾ ആംബുലൻസ്, പോലീസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനായി നിശ്ചയിക്കപ്പെട്ട പാതയാണെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള അബു ഹസൻ വ്യക്തമാക്കി. എമർജൻസി ലൈനുകൾ അടിയന്തര വാഹനങ്ങൾക്ക് മാത്രമായി മാറ്റിവെക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് പരിശോധനാ നടപടികൾ ശക്തമാക്കിയതായും ട്രാഫിക് വിഭാഗം അറിയിച്ചു. ഈ പാത ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ട്രാഫിക് നിയമലംഘനം നടത്തുന്ന കേസുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ 25 ദിനാർ പിഴയോടൊപ്പം 2 മാസം വരെ തടവും ശിക്ഷയായി ലഭിക്കാം. അതോടൊപ്പം നിയമലംഘനം നടത്തിയ വാഹനം പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികളും അധികൃതർ സ്വീകരിക്കും. സുരക്ഷാപാതയിൽ വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ കുറ്റകരമാണ് ആ ലൈനിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും. എമർജൻസി വാഹനങ്ങൾ എളുപ്പവും സുരക്ഷിതവുമായി കടന്നു പോകുന്നതിന് ഇത്തരം നടപടികൾ തടസ്സമുണ്ടാക്കും. ഈ കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ബന്ധപ്പെട്ട അധികൃതർ അഭ്യർത്ഥിച്ചു. ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് ശക്തമായ സംവിധാനങ്ങൾ ഇതിനോടകം നിലവിലുണ്ട്. റോഡിൽ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ ഈ നിയമലംഘനങ്ങൾ പകർത്തുന്നുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതോടൊപ്പം രാജ്യവ്യാപകമായി വിന്യസിച്ചിരിക്കുന്ന ട്രാഫിക് പട്രോളിംഗ് ടീമുകൾ നിയമലംഘകർക്ക് അപ്പോൾ തന്നെ നോട്ടീസും നൽകുന്നുണ്ട്. റോഡിന്റെ വശങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും അറിയിച്ചു. വാഹനങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയോ അടിയന്തരമായി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ വാഹനങ്ങൾ സുരക്ഷാ പാതയിൽ നിന്നും ഉടൻ മാറ്റണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഷർക്കിയ എക്സ്പ്രസ് വേ പദ്ധതിയുടെ ഭാഗമായി സൂർ അൽകാമിൽ പാതയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിലവിലെ പാത ഇരട്ടിപ്പിച്ചാണ് എക്സ്പ്രസ് വേയുടെ ഭാഗമാക്കുന്നത്. തെക്ക് വടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാത. അൽകാമിൽ മുതൽ സൂർ വരെയുള്ള 52 കിലോമീറ്ററും സൂർ റൗണ്ട് എബൌട്ടിൽ നിന്നുള്ള സൂർ പ്ലാസ വരെയുള്ള 3 കിലോമീറ്ററും ഇരുഭാഗങ്ങളിലേക്കും 2 വരി പാതയായി വികസിപ്പിക്കും. 68 ദശലക്ഷം റിയാൽ ചെലവിലാണ് റോഡ് വികസനം. ബംഗ്ലാദേശിലെ നിലവിലുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇവിടേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഒമാൻ പൗരന്മാർക്കും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവിടേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബംഗ്ലാദേശ് സന്ദർശനം ഒഴിവാക്കണമെന്നാണ് മന്ത്രാലയം ആവശ്യപ്പെട്ടത്. നിലവിൽ ബംഗ്ലാദേശിലുള്ള ഒമാനി പൗരന്മാർ അടിയന്തര സാഹചര്യങ്ങളിൽ ധാക്കയിലെ ഒമാനി എംബസിയുമായി ബന്ധപ്പെടാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്രത്യേക ഫോൺ നമ്പറുകളും അധികൃതർ പുറത്തുവിട്ടു. വിദേശത്തുള്ള ഒമാനി പൗരന്മാരുടെ സുരക്ഷിതത്വവും ക്ഷേമവും ഉറപ്പാക്കാൻ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ സർക്കാർ ജോലികളിലെ സംവരണത്തിനെതിരെയുള്ള പ്രതിഷേധം അക്രമാസക്തമായി തുടരുകയാണ്. ധാക്കയിൽ പ്രതിഷേധക്കാർ ജയിലിന് തീയിട്ടു. 100-ലേറെ തടവുകാരെ മോചിപ്പിച്ചതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നിരവധി പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രതിഷേധങ്ങൾക്കിടെ ഇതുവരെ 64 പേർ കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. ബംഗ്ലാദേശ് മൊബൈൽ ഇന്റർനെറ്റ് നിരോധനം തുടരുകയാണ്. ജയിലിന് തീയിട്ട വിവരം പോലീസുകാരെ ഉദ്ധരിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സർക്കാർ ജോലികളിൽ 1971-ലെ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ കുടുംബത്തിൽ നിന്നുള്ള യുവാക്കൾക്ക് 30% സംവരണം ഏർപ്പെടുത്തിയതിന് എതിരെയാണ് പ്രക്ഷോഭം. ആദ്യം ഈ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. പ്രവാസികൾക്ക് നിരാശ മാത്രം നൽകിയ ബജറ്റിനെതിരെ പ്രവാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്.
ഗൾഫ് നാടുകൾ ഉൾപ്പെടെ വിദേശത്ത് തൊഴിലെടുക്കുന്ന ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ പ്രവാസികളെ തുടർച്ചയായി നിരാശപ്പെടുത്തുന്ന കേന്ദ്രം ഇത്തവണയും പതിവിൽ മാറ്റമൊന്നും വരുത്തിയില്ല. പ്രവാസികളുടെ യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനോ വിമാന കമ്പനികളുടെ ചൂഷണം ഒഴിവാക്കുന്നതിനോ ആവശ്യമായ യാതൊരു നടപടിയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഒമാനിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഇറക്കുമതിക്ക് നിരോധനം വരുന്നു. സെപ്റ്റംബർ 1 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കി. ഒമാൻ കസ്റ്റംസ് വിഭാഗവുമായി സഹകരിച്ചാണ് നടപടി. നിയമം ലംഘിച്ച് പ്ലാസ്റ്റിക് ഇറക്കുമതി ചെയ്യുന്നവരിൽ നിന്നും 1000 റിയാൽ പിഴ ഈടാക്കും. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്ലാസ്റ്റിക് ഫ്രീ ഒമാൻ നടപടികളിലേക്ക് നീങ്ങുകയാണ് രാജ്യം. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാനാണ് നീക്കം. ഈ മാസം 1 മുതൽ ഫാർമസികളിലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വന്നിരുന്നു. പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായാണ് പ്ലാസ്റ്റിക് നിരോധനമെന്ന് പരിസ്ഥിതി വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഘട്ടം ഘട്ടമായാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുക. 2027 ജൂലൈ 1 പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഉത്തരവ് ബാധകമാണ്. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും. കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാക്കുമെന്നും ഒമാൻ പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണം കൂടി ലക്ഷ്യമിട്ടാണ് വിവിധ സർക്കാർ വിഭാഗങ്ങളുടെ നടപടി. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവൈക്കിൽ കാലാവധി കഴിഞ്ഞ മുട്ടയും മനുഷ്യ ഉപയോഗത്തിന് യോഗ്യമല്ലാത്ത ചീസും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച സ്ഥാപനത്തിനെതിരെ നഗരസഭ നടപടി സ്വീകരിച്ചു. കാലാവധി കഴിഞ്ഞ ചീസ്, ഫുഡ് കളറിംഗ് വസ്തുക്കൾ, 54 പെട്ടി പഴകിയ മുട്ടകൾ തുടങ്ങിയവ ബേക്കറിയിൽ നിന്നും കണ്ടുകെട്ടി. അടിസ്ഥാന ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാലാണ് സ്ഥാപനത്തിനെതിരെ പിഴ ചുമത്തുകയും അടച്ചുപൂട്ടുകയും ചെയ്തതെന്ന് വടക്കൻ ബാത്തിന നഗരസഭ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നഗരസഭകളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധനകളാണ് നടന്നുവരുന്നത്. ദിവസങ്ങൾക്കിടെ നിരവധി നടപടികളാണ് അധികൃതർ സ്വീകരിച്ചത്. സീബ് വിലായത്തിലെ ഒരു ഫാമിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ 2300 കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഒമാൻ കസ്റ്റംസ് അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. മബേല സൗത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ പാർക്ക് നിർമ്മിക്കാൻ മസ്കറ്റ് നഗരസഭ ഒരുങ്ങുന്നു. സൗദ് ബിൻ ഹിലാൽ അൽ സബ്രി കമ്പനിയുമായി ഇത് സംബന്ധിച്ച് ധാരണയിലെത്തി. 20 വർഷത്തെ കരാറിലാണ് പദ്ധതി പ്രദേശം സ്വകാര്യ കമ്പനിക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നഗരസഭയിൽ നടന്ന ചടങ്ങിൽ കരാർ ഒപ്പുവെച്ചു.